നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൽ ലഭിച്ച മാർക്കും എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവ മാത്രം നടത്തി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം കേരളത്തിലെ IT കമ്പനികൾ ഉപേക്ഷിക്കുന്നു. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ ഇത്തരം പരമ്പരാഗത റിക്രൂട്ടിംഗ് രീതികൾ IT വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമല്ലെന്ന് കേരളത്തിലെ ടെക്നോളജി കമ്പനികളുടെ സംഘടനയായ ഗ്രൂപ്പ് ഓഫ് ടെക്നോളജി കമ്പനീസ് കരുതുന്നു. കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിൽ മികച്ചവരെ കണ്ടെത്താൻ ഒരു മാസം നീണ്ടുനിന്ന ലോഞ്ച് പാഡ് കേരള 2024 എന്ന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ജിടെക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സും ചേർന്നാണ് പരിപാടി നടത്തിയത്. കേരള മോഡൽ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷ. കേരളത്തിൽ തുടക്കമിടുന്ന മാതൃക മറ്റ് സംസ്ഥാനങ്ങളിലെ കമ്പനികളും നടപ്പാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജിടെക് സെക്രട്ടറി വി ശ്രീകുമാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. തുടക്കത്തിൽ 10,000 എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രശ്നപരിഹാര സാങ്കേതിക മികവ് തെളിയിക്കാനായി പരീക്ഷകളിലൂടെ കടന്നുപോകും. വ്യവസായങ്ങളിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ സാങ്കേതികമായി എങ്ങനെ പരിഹരിക്കുമെന്ന് തെളിയിക്കുന്നവർക്കാണ് നിയമനം ഉറപ്പാക്കുക. അഭിമുഖത്തിന് മുൻപ് എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പരീക്ഷണ പരമ്പരയിൽ കഴിവ് തെളിയിക്കണം. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 100-ൽ പരം IT കമ്പനികളാണ് ഇതിന്റെ ഭാഗമാകുക. ജിടെക് അക്കാദമി ആൻഡ് ഫാക്സ് ഗ്രൂപ്പ് കൺവീനർ ദീപു എസ് നാഥ് ഉദ്യോഗാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകും. ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി മെയ് 6, 8, 10 തീയതികളിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് IT പാർക്കുകളിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്.